അങ്ങനെയല്ല ഒന്നുകൂടി നിർത്തിയിരിക്കും. ഹലോ ഗൈസ്, അപ്പം നമുക്കൊന്ന് അടിപൊളി സ്ഥലത്തേക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? അപ്പം ഞാനും അനീഷേട്ടനും അബിയും കുട്ടികളും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് പുട്ടുംപൂവനിലേക്കാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു ഇങ്ങനൊരു സ്പോട്ട് ഉണ്ട്, നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് അഭിപ്രായം പറയാച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കറണ്ട് ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് അറിയോ? പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടിൽ കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ കുറച്ചുള്ളിൽ കോട്ടാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ആരും ലൊക്കേഷൻ സീനാക്കണ്ട കേട്ടോ, കാരണം റോഡിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ വലിയൊരു കോഴിയുടെ ചിത്രം കാണാം. ഹായ്, ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുട്ടുംപൂവനിലാണ്. പുട്ടുംപൂവനിലെ വിശേഷങ്ങൾ അറിയാം. ഇതാണ് പുട്ടുംപൂവൻ. നമ്മൾ ഈ പുട്ടുംപൂവനിൽ വരാൻ തന്നെ കാരണം എന്താ അറിയോ? നോക്കി നോക്കൂ, എന്ത് ചന്തായി കാണാൻ ഈ പാടത്തിൻ്റെ ആംബിയൻസും, പിന്നെ നമ്മൾ കാറ്റും, പിന്നെ ഒരു 6-6 കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടുത്തെ ഒരു വൈബും ഉണ്ട്. എൻ്റെ മോനെ, അത് കാണാൻ തന്നെ നല്ല രസമാണ്. അത് അനുഭവിച്ചറിയണം. ഇതാണ് നമ്മൾ പറഞ്ഞ പുട്ടുംപൂവനിലേക്കുള്ള എൻട്രൻസ്. നോക്കി നോക്കൂ എന്തൊരു കളർഫുള്ളാണെന്ന്. അപ്പോൾ ഗൈസ്, പുറത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ വിചാരിച്ച് നടക്കുവാണ്. സാധാരണ പോലെ ഇല്ല കേട്ടോ, ഒരു ഹോട്ടലിൽ പോലില്ല. ഉള്ളിലേക്ക് കുറച്ച് ദൂരം ഉണ്ടാവുകൊണ്ട് നമുക്ക് റോഡിൽ കൂടെ പോണ വണ്ടികളുടെ ശല്യമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാണാനും നല്ല ഭംഗിയാണ്. മുകളിലും പുട്ടുംപൂവനൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. നല്ല ആംബിയൻസ് ആണ് ഗൈസ്. ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ്സൊക്കെ എടുത്ത് കാണിക്കും. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ എൻട്രൻസിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ പുട്ടുംപൂവനിന്ന് വരുന്ന വഴിയിലും കടയുടെ മേലെ ആയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല. വീഡിയോനെക്കാട്ടിലും നമുക്ക് നേരിട്ട് കാണാൻ, ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അവിടുത്തെ ഈവനിങ് വ്യൂ ആണെങ്കിലും ഞങ്ങൾ കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നുണ്ടായിരുന്നത് നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാവരും, കുട്ടികളാണെങ്കിലും ഞങ്ങളാണെങ്കിലും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നത്. കാരണം അവിടുത്തെ ആ ചെറിയ ചെറിയ ലൈറ്റുകൾ നൈറ്റിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗി കൂടുമല്ലോ. അപ്പം അതിനു വേണ്ടി ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. നമ്മൾ പുട്ടുംപൂവനിലും വന്നിട്ടുണ്ടെങ്കിൽ പുട്ടുംപൂവൻ്റെ ബാക്ക് സൈഡാണിത്. നല്ല നെൽപ്പാടങ്ങളും പിന്നെ അതുപോലെ നല്ല പച്ചപ്പും നല്ല കാറ്റും നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കാരണം എന്താ വെച്ചാൽ നല്ല വൃത്തിയുണ്ട് കാണാൻ. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടുത്തെ കുടിവെള്ളമാണെങ്കിലും കിണറും കാര്യങ്ങളൊക്കെയും ഒക്കെ ഒരു ഫാമിലി ആയിട്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ഇതാണ്. പിന്നെ വൈബ്. പിന്നെ ഗൈസ്, നേരം വൈകി വരുന്നതിനനുസരിച്ച് അവിടെ പാട്ടും വൈബും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ പാട്ട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുള്ളൂ, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കാരണം. നമുക്ക് അവരുടെ കിച്ചൺ കാണാം. ഓണറാണ്, മണിയേട്ടനാണ് പേര്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഐറ്റംസിൻ്റെ കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞുതരും. ഇതിപ്പോൾ നാടൻ കോഴിക്കറിയാണ്, വറുത്തരച്ചിട്ടുള്ള നാടൻ കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ അല്ലേ? ഇത് ബീഫ് ഫ്രൈ ആണ്. നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതാക്കിയിട്ടുള്ള ബീഫ് ഒറിജിനൽ അല്ലേ? ഒറിജിനൽ വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. മട്ടൻ ബോട്ടി, പിന്നെ പൊറോട്ട, ചപ്പാത്തി, വെള്ളപ്പം, പത്തിരി, നൂൽപുട്ട്, ചില്ലി, പെപ്പർ ചിക്കൻ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ വെറൈറ്റി ഫിഷുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുട്ടിന് വേണ്ടിയിട്ട് മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഇങ്ങനെ നമുക്ക് ഫ്രഷ് ആയിട്ട് ചൂട് കൊടുക്കുന്ന പുട്ടൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ പൊറോട്ടയ്ക്കാണെങ്കിൽ പൊറോട്ടയും ഫ്രഷ് ആയിട്ടാണ് അടിക്കുന്നത്. പിന്നെ നല്ല ചായ ഉണ്ട്, ബൂസ്റ്റ്, ബ്രൂ, കോഫി, ടീ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു 7 മണിയാകുമ്പോഴാണ് നല്ല തിരക്കുണ്ടാവുക. നല്ല നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് 7 മണിയാകുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും. രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഊണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരിട്ട് വോയിസ് ഓവർ ചെയ്യാൻ വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടുത്തെ നല്ല പാട്ടും ഇതൊക്കെ കാരണം ഞങ്ങൾ ആ പാട്ടിലാണ് മുഴുകിയിട്ട് അവരോട് ആ പാട്ട് ഓഫാക്കാൻ പറയാനും മറന്നു. പിന്നെ ഇവിടെ നമ്മൾ കഴിക്കാനൊക്കെ എത്ര സ്ഥലമാണ്, നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. അത് പ്രത്യേകം ഞങ്ങൾ എന്താ വെച്ചാൽ പിന്നെയും എടുത്ത് പറയണം. പിന്നെ അത് അവിടുത്തെ മെനു കാർഡാണ്, നമുക്ക് എല്ലാവർക്കും കാണാൻ ഭാഗത്തിന് നല്ല ഇതാക്കിയിട്ടുണ്ടോ. അപ്പോഴേക്കും അനീഷേട്ടൻ ഒരു ചായയൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ട്. നല്ല സൂപ്പർ ചായ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ ചായ കുടിച്ചില്ല കേട്ടോ, ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു. പിന്നെ ഞങ്ങൾ കൈയൊക്കെ നന്നായിട്ട് കഴുകി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അമ്പാടി അപ്പോഴേക്കും അവിടെ പോയി സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഇരിക്കണ സ്ഥലവും പിന്നെ ഒരു ചക്രത്തിൻ്റെ ഒരു ആകൃതിയിലൊക്കെ ആയിരുന്നു നമ്മുടെ മേശയുടെ കാല്. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങളതൊക്കെ നോക്കിയിരിക്കുന്ന സമയം കൊണ്ട് അനീഷേട്ടൻ വന്നിട്ട് ലൈറ്റിൻ്റെ കാര്യം എന്തൊക്കെയോ അവിടെ പറയുന്നുണ്ട്. അതെന്താണെന്നറിയോ സംഭവം? എല്ലായിടത്തും പോയാലും സാധാരണ നമ്മൾ ഒരു പ്ലേറ്റിലാണെങ്കിൽ പ്ലേറ്റിൽ, ഇത് പക്ഷേ അങ്ങനെയല്ല. പ്ലേറ്റിൻ്റെ ഉള്ളിൽ വാഴയില വെച്ചിട്ട് നല്ല വൃത്തിയോട് കൂട്ടിയിട്ട് ഭയങ്കര നീറ്റായിട്ട് ക്ലീൻ ആയിട്ടായിരുന്നു മണിയേട്ടൻ ഭക്ഷണം വിളമ്പി തന്നിരുന്നത്. ഞങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. എന്നാലും ഞങ്ങൾക്ക് കുറേ ക്വാണ്ടിറ്റി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അത്യാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും വയറ് നിറയോളം കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് കുറേ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അവർ തന്നെ പറഞ്ഞു തന്നു.
ഇത് നാടൻ കോഴിക്കറിയാണ്. നാടൻ കോഴിക്കറി, ചില്ലി, ചിക്കൻ ചില്ലി. ഇത് നാടൻ്റെ വരട്ട്, ബീഫ് ഫ്രൈ, പൊറോട്ട, പത്തിരി, നെയ് റോസ്റ്റ്, ബിരിയാണി, എല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കൊടുത്തത് കുട്ടികൾക്കാണ്. അവർക്ക് റൈസും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ കൊടുത്ത് റെഡിയാക്കി. അപ്പോൾ ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് നൂൽപുട്ടും പിന്നെ വറുത്തരച്ച ചിക്കൻ കറി, അതായത് നാടൻ കോഴി കൊണ്ടുള്ള ചിക്കൻ കറിയാണ്. നല്ല സോഫ്റ്റ് നൂൽപുട്ടായിരുന്നു. പിന്നെ കറി നല്ല എരിവും നല്ല അടിപൊളി. ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത് കഴിക്കണത്, ഈ നാടൻ കോഴി. അതുകൊണ്ട് തന്നെ അതൊരു വൈബായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എരിവും നല്ല എന്താ പറയുക, നല്ല രസം. അപ്പോൾ ഗൈസ് ഞാൻ ട്രൈ ചെയ്യണത് പത്തിരിയും ബീഫുമാണ്. പത്തിരിയും ബീഫും അധികം ഞാൻ ആ കോംബോ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല സോഫ്റ്റ് പത്തിരിയും ആ ബീഫിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ, നല്ല കുരുമുളകൊക്കെ ഇട്ട ബീഫിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാൻ തോന്നി. പിന്നെ ബീഫ് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി ബീഫ് ഗൈസ്, നല്ല സോഫ്റ്റ് പത്തിരി, നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏകദേശം എല്ലാം എൻ്റെ പ്ലേറ്റിൽ വിളമ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ നിന്ന് എടുത്തത് നെയ്ച്ചോറും പിന്നെ ചിക്കൻ പെരട്ടുമായിരുന്നു, നാടൻ കോഴി പെരട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എപ്പോഴും ബ്രോയിലർക്ക് ചിക്കനൊക്കെ കഴിച്ചിട്ട് നാടൻ കോഴി പെരട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കഷ്ണം നൂലിപ്പുട്ട് എടുത്തു, ചില്ലി കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കോഴിക്ക് ഇതാ മണിയേട്ടൻ ആവി പറക്കുന്ന പുട്ടുമായിട്ട് വന്നു കേട്ടോ. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് പുട്ട്. വറുത്തരച്ച നാടൻ കോഴിക്കറി കൂട്ടിയിട്ട് ഒരു പിടുത്തൊക്കെ പിടിക്കാതെ കരുതി. അങ്ങനെ ഞാൻ അതിനൊരു കഷ്ണം പുട്ടെടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടു. പിന്നെ ഞാൻ വറുത്തരച്ച നാടൻ കോഴിക്കറി ഒഴിച്ചു. പിന്നെ ഞാനൊരു പിടുത്തം പിടിച്ചു. അതെന്താ വെച്ചാൽ കുറേ കാലമായിട്ട് ഞാൻ ബ്രോയിലർ കോഴി മാത്രമേ കഴിക്കലുള്ളൂ, നാടൻ കോഴി അങ്ങനെ കഴിക്കില്ല, അവിചാരിതമായിട്ടേ സംഭവിക്കലുള്ളൂ. പക്ഷേ ഇവിടെ ചെന്നപ്പോൾ ഏറ്റവും ഇഷ്ടമായി തോന്നിയത് നാടൻ കോഴിക്കറിയാണ്. അതുകൊണ്ട് അത് കൂട്ടി ഞാൻ പുട്ടെന്ന് പറഞ്ഞാലും പോലെ നല്ല സോഫ്റ്റ് പുട്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോണ രീതിയിലായിരുന്നു പുട്ട്. പിന്നെ മസാലയും എരിവും കാര്യങ്ങളുമായിട്ട് നാടൻ കോഴി കറി സൂപ്പറായിരുന്നു. അനീഷേട്ടൻ പുട്ടൊക്കെ കുറച്ച് കഴിക്കുന്നുണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് പുട്ട് കഴിക്കാൻ നല്ല കൊതിയായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചിക്കൻ പെരട്ട് എടുത്തിട്ട് പുട്ട് കഴിച്ചു നോക്കി. പിന്നെ പുട്ടൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നെയ് റോസ്റ്റ് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടത്. അപ്പോൾ അതിനെ ഒന്ന് എടുത്തിട്ട് ഞാൻ തന്നെ എൻ്റെ പ്ലേറ്റിലേക്ക് തന്നെ എടുത്ത് വെച്ചു. എൻ്റെ പ്ലേറ്റ് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഞാൻ എത്രത്തോളം എങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഭക്ഷണമൊക്കെ നല്ല സൂപ്പർ ഫുഡായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റായിരുന്നു സാമ്പാറും ചട്നിയും നെയ് റോസ്റ്റും ഞാൻ കണ്ടത്. അപ്പോൾ അതിന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് സാമ്പാറിൽ മുക്കി കഴിക്കാൻ വിചാരിച്ചിട്ട് അതിനൊരു കഷ്ണം പൊട്ടിച്ചെടുത്തു. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയായിരുന്നു. സാമ്പാർ കൂട്ടിയിട്ട് നന്നായിട്ട് മുക്കിയിട്ട് കഴിച്ചു നോക്കി. ഓ സൂപ്പറായിരുന്നു. ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എല്ലാ കാര്യങ്ങളും. നല്ല സൂപ്പറാണെന്ന് ഞാൻ 1-2 തവണ ഇവിടെ അബിയോടും അനീഷേട്ടനോടും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം ചട്നിയിൽ മുക്കിയിട്ടും കഴിച്ചു. എപ്പോഴും എനിക്ക് എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ ഒരു കാപ്പി നിർബന്ധം, അതും കട്ടൻ. അങ്ങനെ ഞാൻ മണിയേട്ടനോട് പറഞ്ഞ് സ്പെഷ്യലായിട്ടൊരു കാപ്പി അവിടെ നിന്ന് കുടിച്ചു. ഓ വാവ് എന്താ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ കഴിക്കലും കഴിഞ്ഞു. നമ്മുടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം എന്തൊക്കെയൊക്കെ. പിന്നെ ഞങ്ങൾ അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു. എല്ലാ പ്ലേറ്റും കാലിയായിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ പ്ലേറ്റിൽ മാത്രം കുറച്ച് എല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്ലേറ്റിൽ എല്ല് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ റോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, നെയ് റോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ അവരപ്പോൾ ഫ്രഷായിട്ട് ഉണ്ടാക്കണമായിരുന്നു. അപ്പോഴേക്കും തിരക്കൊക്കെ വരാൻ തുടങ്ങി കടയിൽ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് നിന്നു. അപ്പുറത്ത് ആവി പറഞ്ഞ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ആവി പറഞ്ഞ പുട്ടാണല്ലോ ഇവർ സെർവ് ചെയ്ത് തരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പുട്ടും ദോശയും നെയ് റോസ്റ്റ് ആയിട്ടും ഇങ്ങനെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് ഗൈസ് അടിപൊളിയാണ്. എല്ലാവരും കൂടെ മണിയേട്ടൻ നിന്ന് നമുക്ക് സെർവ് ചെയ്യാനും എല്ലാത്തിനും കൂടെ ഉണ്ടാവും. അതേപോലെ വൃത്തിയുണ്ട്, അടിപൊളിയാണ്, പാട്ടുണ്ട്, ആംബിയൻസ്. അപ്പോൾ ഗൈസ് നല്ല ഫുഡും അഫോർഡബിൾ പ്രൈസും അതേപോലെ ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം നോക്കി ഫുഡ് കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നേരെ പുട്ടുംപൂവനിക്ക് വരാം. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, പാലക്കാട്, കോങ്ങാട്, കൊട്ടശ്ശേരി. അപ്പോൾ നിങ്ങളെല്ലാവരും പുട്ടുംപൂവനിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.